ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BCOM BBA സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സാണ്. ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോസ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്റ്റിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. സോ ലിസൺ. Consideration means something in return. An agreement must involve exchange of benefit from both sides. ബോത്ത് സൈഡിൽ രണ്ട് പാർട്ടിയിൽ നിന്നും ബെനിഫിറ്റ് എക്സ്ചേഞ്ച് ചെയ്യലോട് കൂടിയാണ് അഗ്രിമെൻ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ആ ഒരു എക്സ്ചേഞ്ച് ചെയ്യുന്ന ബെനിഫിറ്റിൻ്റെ പേരാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. കൺസിഡറേഷൻ ഈസ് ദ ബെനിഫിറ്റ് ദാറ്റ് ഈച്ച് പാർട്ടി റിസീവ്സ് ഓർ എക്സ്പെക്ട് ടു റിസീവ് എപ്പോൾ വെൻ എൻ്ററിങ് ഇൻ ടു എ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈച്ച് പാർട്ടിയും റിസീവ് ചെയ്യുന്ന ബെനിഫിറ്റിനാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എസെൻഷ്യൽസ് ഓഫ് കൺസിഡറേഷൻ എങ്ങനെയുള്ളതായിരിക്കണം? കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസറെ ഡിസയർ അനുസരിച്ചായിരിക്കണം കൺസിഡറേഷൻ ഉണ്ടാവേണ്ടത്. ദ ഫസ്റ്റ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ വാലിഡ് കൺസിഡറേഷൻ ഈസ് ദാറ്റ് ദ ആക്ട് ഓർ അബ്സ്റ്റിനൻസ് must have been done at the desire of the promisor. ഡിസയറിനനുസരിച്ചായിരിക്കണം കൺസിഡറേഷൻ ഉണ്ടാവേണ്ടത്. ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ മസ്റ്റ് ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. ഈ ഒരു ഡിസയർ ഇന്നതാണ് വേണ്ടത് എന്നുള്ളത് പ്രോമിസർ എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്, കൺസിഡറേഷൻ മസ്റ്റ് മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. കൺസിഡറേഷൻ മേ പ്രൊസീഡ് ഫ്രം ദ പ്രോമിസി ഓർ ഫ്രം എനി അതർ പേഴ്സൺ ഓൺ ബിഹാഫ് ഓഫ് പ്രോമിസി. അതായത് കൺസിഡറേഷൻ പ്രോമിസിൻ്റെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു കോൺട്രാക്റ്റിൽ തന്നെയുള്ള തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്നോ ആയിരിക്കണം. ഓക്കെ, കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. കൺസിഡറേഷൻ പാസ്റ്റിൽ നടന്നതാവാം, പ്രസൻറ്റിൽ നടക്കുന്നതാവാം, ഫ്യൂച്ചറിൽ നടക്കേണ്ടതാവാം. വെൻ ദ പ്രോമിസർ റിസീവ്ഡ് ദ കൺസിഡറേഷൻ ഫ്രം ദ പ്രോമിസി ഈവൻ ബിഫോർ ദ ഡേറ്റ് ഓഫ് പ്രോമിസ്. ബിഫോർ ദ ഡേറ്റ്, പ്രോമിസിൻ്റെ ഡേറ്റിൻ്റെ മുമ്പാണ് കൺസിഡറേഷന് പ്രോമിസിൻ്റെ അടുക്കൽ നിന്ന് പ്രോമിസർ റിസീവ് ചെയ്യുന്നത് എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പാസ്റ്റ് കൺസിഡറേഷൻ. വെൻ ദ കൺസിഡറേഷൻ ഫോർ എ പ്രോമിസ് ഈസ് ഗിവൺ സൈമൾട്ടേനിയസ്ലി വിത്ത് ദ പ്രോമിസ് ഇറ്റ് ഈസ് കോൾഡ് പ്രസൻറ്റ് കൺസിഡറേഷൻ. ആ ഒരു പ്രോമിസിൻ്റെ ടൈമിൽ സെയിം ടൈമിൽ എന്നാണെങ്കിൽ അതിന് പ്രസൻറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്ന് പറയുന്നത് റിട്ടേൺ ഇൻ ഫ്യൂച്ചറിലാണ് കൺസിഡറേഷൻ കിട്ടുന്നത് എങ്കിൽ അതിന് ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ പോയിൻറ്റ്സ് ആണ്, ഓർത്ത് വെക്കുക. സോ കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡ്വക്കേറ്റ്. ഈ ഒരു കൺസിഡറേഷൻ സെയിം അഡ്വക്കേറ്റ് ആയിരിക്കണം എന്നില്ല. അതായത് വാട്ട് ഈസ് റിക്വയർഡ് ഈസ് ദാറ്റ് ദർ ഷുഡ് ബി സം കൺസിഡറേഷൻ ഫോർ ദ പ്രോമിസിന് കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. അതായത് അനിൽ തൻ്റെ ഡോഗിനെ 25,000 റുപ്പീസ് വർത്ത് വരുന്ന ഡോഗിനെ സുനിലിന് റുപ്പീസ് 2,000-നാണ് കൊടുക്കാൻ വിചാരിച്ചത്. സോ അനിലിന് അത്രയും തൃപ്തിയുള്ളത് കൊണ്ട് തന്നെ, അനിലിന് അത്രേ വേണ്ടുള്ളൂ എന്നതുകൊണ്ട് 25,000 രൂപ വരുന്ന ആ ഒരു ഡോഗിന് അനിലിൻ്റെ സമ്മതത്തോടു കൂടി റുപ്പീസ് 2,000 കൊടുത്താൽ മതി. ഓക്കെ, അവിടെ സെയിം അഡ്വക്കേറ്റ് ആയിട്ടുള്ള എമൗണ്ട് തന്നെ എക്സ്ചേഞ്ച് ചെയ്യണം എന്നില്ല. ഓക്കെ, കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ. കൺസിഡറേഷൻ എന്തായിരിക്കണം? റിയൽ ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി റിയൽ, നോട്ട് ഇല്യൂഷറി. ശരിക്കുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. കൺസിഡറേഷൻ ഈസ് സെഡ് ടു ബി അൺറിയൽ, ഇല്യൂഷറി വെൻ എപ്പോഴൊക്കെയാണ് അൺറിയൽ ആയിട്ട് കാണുക? ദ ആക്ട് ഫോമിങ് കൺസിഡറേഷൻ ഈസ് ഇല്ലീഗലി ഓർ ഫിസിക്കലി ഇമ്പോസിബിൾ. അതായത് ഫിസിക്കലി കാണാത്ത ഒരു കാര്യമാവുക അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അത് അൺറിയലാണ്, അത് പറ്റില്ല, കൺസിഡറേഷനായിട്ട് പറ്റില്ല. ദ കൺസിഡറേഷൻ ഈസ് അൺസർട്ടൈൻ ആയിരിക്കും, സെർട്ടൈൻ ആയിരിക്കില്ല, അപ്പോഴും അത് അൺറിയൽ ആയിരിക്കും. വെൻ ഇറ്റ് സീംസ് ടു ബി പ്രസൻറ്റ് ബട്ട് ആബ്സെൻറ്റ് ഇൻ ഫാക്റ്റ്. അതായത് ഒരു പാരലൽ, എനിക്ക് ഇത് തരികയാണെങ്കിൽ ഞാൻ 2 പാരലൽ ലൈൻസിനെ ജോയിൻറ്റ് ചെയ്യുമെന്ന് പറയാം. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. പാരലൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ലെവലിൽ തമ്മിൽ കൂട്ടിമുട്ടാതെ പോകുന്ന 2 ലൈൻസിനാണ് പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. സോ എനിക്കിത് തന്നാൽ ഞാൻ 2 പാരലൽ ലൈൻസ് ജോയിൻ ചെയ്യാം, മീറ്റ് ചെയ്യിപ്പിക്കാം എന്ന് പറയുന്നത് ഒരു റിയൽ ആയിട്ടുള്ള കൺസിഡറേഷൻ അല്ല. സോ അത് പറ്റില്ല. അത് കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. കൺസിഡറേഷന് ലോഫുൾ ആവണം.
ഓക്കെ, നിയമത്തിനെതിരെ ആവരുത്. നിയമത്തിനെതിരാവുക എപ്പോഴാണ്? നിയമം നിരോധിച്ച കാര്യങ്ങൾ ചെയ്യരുത്. അതുപോലെ ഫ്രോഡ്ലൻ്റ് ആക്ടിവിറ്റീസ് ആവരുത്. മറ്റുള്ളവരുടെ പ്രോപ്പർട്ടിയിൽ ഇഞ്ചുറീസ് വരുത്തുന്നതാവരുത്. പിന്നെ അതുപോലെ കോർട്ടിൽ ഇമ്മോറലായിട്ടുള്ളൊരു കാര്യമാവരുത്. ഓക്കെ, പിന്നെ പബ്ലിക് പോളിസിനോട് എതിരായതാവരുത്. ഓക്കെ, നെക്സ്റ്റ് കൺസിഡറേഷൻ മസ്റ്റ് ബി സംതിങ് വിച്ച് ദ പ്രോമിസർ ഈസ് നോട്ട് ആൾറെഡി ബോൺ ടു. അതായത് എക്സാമ്പിൾ നോക്കുക. അനിൽ പ്രോമിസസ് ടു പേ മണി ടു എ പോലീസ് ഓഫീസർ ടു ഇൻവെസ്റ്റിഗേറ്റ് എ കേസ്. The agreement was held to be invalid because the officer is already under a duty to do so by law. ലോ അനുസരിച്ച് ഒരു പോലീസ് ഓഫീസറെ ഡ്യൂട്ടിയാണ് എന്ത്? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാന്നുള്ളത്. അവിടെ പോയിട്ട് അനിൽ നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത്ര പണം തരാം എന്ന് പറയുന്നത് പറ്റില്ല. ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എവറി കോൺട്രാക്റ്റ്. എല്ലാ കോൺട്രാക്റ്റിൻ്റെയും ഫൗണ്ടേഷനാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. എ പ്രോമിസ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് നെൽ ആൻഡ് വോയിഡ്. വോയിഡാണ്, വാലിഡ് ആവില്ല. വോയിഡ് ആയിരിക്കും കൺസിഡറേഷൻ ഇല്ലാത്ത പ്രോമിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് എ നേക്ഡ് പ്രോമിസ്. നേക്ഡ് പ്രോമിസ് എന്താണെന്ന് ചോദിക്കാം. ഓർ നേക്ഡ് പ്രോമിസിൻ്റെ മറ്റൊരു പേരാണ് യുഡോം പാക്റ്റം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു കൺസിഡറേഷൻ ഇല്ലാതെ വാലിഡ് ആവുന്ന കേസസ് ആണ്. എക്സെപ്ഷൻസ് ടു ദ റൂൾ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്ന റൂളിന് എക്സെപ്ഷൻസ്. ഓക്കെ, സെക്ഷൻ 25 പ്രകാരം സം എക്സെപ്ഷൻസ് ഉണ്ട്. കൺസിഡറേഷൻ ഇല്ലാതെ തന്നെ അത് വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആയിരിക്കും. ഓക്കെ, അഗ്രിമെൻറ്റ് ബേസ്ഡ് അപ്പോൺ ലവ് ആൻഡ് അഫെക്ഷൻ. ഓക്കെ, സ്നേഹത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ അഫെക്ഷൻ്റെ പുറത്തോ ഉള്ള അഗ്രിമെൻ്റ് ആണെങ്കിൽ അവിടെ കൺസിഡറേഷൻ ഒരു പാർട്ടിയിൽ നിന്ന് കൺസിഡറേഷൻ ഇല്ലെങ്കിലും പ്രശ്നമില്ല, വാലിഡ് ആണ്. അഗ്രിമെൻറ്റ് ടു പേ കോമ്പൻസേഷൻ ഫോർ പാസ്റ്റ് വോളണ്ടറി സർവീസ്. പാസ്റ്റിൽ നടത്തിയ വോളണ്ടറി സർവീസിന് എപ്പോഴോ നടത്തിയ വോളണ്ടറി സർവീസിന് പിന്നെ നമ്മൾ എന്തെങ്കിലും നൽകുകയാണെങ്കിൽ അവിടെ റിട്ടേൺ കൺസിഡറേഷൻ ആവശ്യമില്ല. ഓക്കെ, ടൈം ബാർഡ് ഡെപ്റ്റ്, കംപ്ലീറ്റഡ് ഗിഫ്റ്റ്സ്, ഏജൻസിൻ്റെ കേസിൽ ഗ്യാരണ്ടി റെമിഷൻ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, കപ്പാസിറ്റി ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിൽ ആരൊക്കെയാണ് ലീഗലി ക്യാപ്പബിൾ ആയിട്ടുള്ളതെന്ന് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കോമ്പറ്റൻറ്റ് ടു കോൺട്രാക്റ്റ് എന്നുള്ളത്. നെക്സ്റ്റ് ഒന്നുകൂടി നോക്കുക. സെക്ഷൻ 11 പ്രകാരം സെക്ഷൻ 11 ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എവറി പേഴ്സൺ ഈസ് കോമ്പറ്റൻറ്റ് ടു കോൺട്രാക്ട് ഹൂ ഈസ് ഓഫ് ദ ഏജ് ഓഫ് മെജോറിറ്റി അക്കോർഡിംഗ് ടു ദ ലോ ടു വിച്ച് ഹീ ഈസ് സബ്ജക്റ്റ് ആൻഡ് who is of sound mind and is not disqualified from contracting by any law to which he is subject. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏജ് ഓഫ് മെജോറിറ്റി കഴിഞ്ഞിട്ട് എത്തിയിട്ടുള്ള ആളായിരിക്കണം കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത്. ഓക്കെ, സൗണ്ട് മൈൻഡഡ് ആയിരിക്കണം, അൺസൗണ്ട് മൈൻഡഡ് ആവരുത്. സൗണ്ട് മൈൻഡഡ് പറഞ്ഞാൽ ബോധപൂർവമുള്ള ആളായിരിക്കണം. അതായത് കോൺട്രാക്റ്റിലെ എല്ലാ കാര്യങ്ങളും അതിലുള്ള കണ്ടീഷൻസൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ആളായിരിക്കണം. നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിംഗ് ബൈ എനി ലോ ടു വിച്ച് ഹീ ഈസ് സബ്ജക്റ്റ്. ഓക്കെ, ഡിസ്ക്വാളിഫൈഡ് എന്ന് പറയുന്ന സമയത്ത് ഈ പ്രിസണേഴ്സൊക്കെ പെടും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ഏജ് ഓഫ് മെജോറിറ്റി ഇൻ ഇന്ത്യ. ദ ഏജ് ഓഫ് മെജോറിറ്റി ഈസ് റെഗുലേറ്റഡ് ബൈ ദ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875. Every person living in India shall attain the age of majority on the completion of 18 years of age, not before. ഓക്കെ, 18 വയസ്സ് കഴിഞ്ഞവരാണ് ഈ ഏജ് ഓഫ് മെജോറിറ്റി എന്ന് പറയുന്നത്. 18 മുമ്പുള്ള, അതായത് 17 വയസ്സുള്ളവരൊക്കെ മൈനോറിറ്റി എന്നാണ് പറയുന്നത്. കേൾക്കുക, എഫക്ട്സ് ഓഫ് മൈനേഴ്സ് അഗ്രിമെൻറ്റ്. ഒരു മൈനർ അഗ്രിമെൻറ്റിൽ എൻറ്റർ ചെയ്താൽ അതിലുണ്ടാവുന്ന എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ആൻ അഗ്രിമെൻറ്റ് വിത്ത് ഓർ ബൈ എ മൈനർ ഈസ് വോയിഡ്. ഒരു അഗ്രിമെൻറ്റ്
മൈനർ എൻ്റർ ചെയ്തിട്ടുള്ളൊരു അഗ്രിമെൻറ്റ് അത് ടോട്ടലി സ്റ്റാർട്ടിങ്ങിലെ തന്നെ അത് വോയിഡാണ്. നെക്സ്റ്റ് നോ റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ മേജർ ആയതിന് ശേഷം 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മൈനർ ആയിരുന്നപ്പോൾ ചെയ്ത അഗ്രിമെൻറ്റ് വാലിഡ് ആവുന്നില്ല. അതായത് 18 വയസ്സിന് മുമ്പാണ് അവരൊരു അഗ്രിമെൻറ്റിന് എൻ്റർ ചെയ്തത്, അതുകൊണ്ട് മേജർ ആയതിന് ശേഷവും അത് വാലിഡ് ആവുന്നില്ല. ഓക്കെ. നെക്സ്റ്റ് മൈനർ ക്യാൻ ബി എ പ്രോമിസി ഓർ ബെനിഫിഷ്യറി. മൈനർക്ക് പ്രോപ്പർട്ടി വാങ്ങാൻ കഴിയും. ഓക്കെ, അതായത് അവർക്ക് ആ ഒരു ബെനിഫിറ്റ് എടുക്കാൻ കഴിയും, പ്രോപ്പർട്ടി വാങ്ങാൻ കഴിയും. നെക്സ്റ്റ് നോ എസ്റ്റോപ്പിഡ് അഗെയിൻസ്റ്റ് എ മൈനർ. എസ്റ്റോപ്പിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞു പോയത് മാറ്റാൻ അനുവദിക്കാത്ത നിയമപരമായി പിടികൂടൽ ഇതിലില്ല. അതായത് മൈനർ തൻ്റെ പ്രായം തെറ്റായി പറഞ്ഞ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് എങ്കിലും പിന്നീട് അവന് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് 5th വൺ നോ സ്പെസിഫിക് പെർഫോമൻസ്. അതായത് ഗാർഡിയൻ ഒരു മൈനറിൻ്റെ പേരിൽ പ്ലോട്ട് വാങ്ങിയാൽ അതിൻ്റെ സ്പെസിഫിക് പെർഫോമൻസ് മൈനറിന് ആവശ്യപ്പെടാൻ പറ്റില്ല. ഓക്കെ. നെക്സ്റ്റ് ലിയബിലിറ്റി ഫോർ ടോട്ട്സ് പറഞ്ഞാൽ സിവിൽ റോങ്സ് ആണ്, സിവിൽ കുറ്റങ്ങളാണ്. സിവിൽ കുറ്റങ്ങൾക്ക് മൈനർ ലിയബിളാണ്. കോൺട്രാക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ കോർട്ട് സമ്മതിക്കും. പക്ഷേ കോൺട്രാക്റ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ മൈനർ ലിയബിളാണ്. ഇൻസോൾവൻസി പറഞ്ഞാൽ പാപ്പരത്വം. മൈനർ ഇൻസോൾവൻ്റ് ആണ് എന്ന് പ്രഖ്യാപിക്കാൻ ആവുകയില്ല. നെക്സ്റ്റ് പാർട്ട്ണർഷിപ്പ്. ഈ ഒരു നമ്മൾ ബിസിനസ്സൊക്കെ നടത്തുന്ന സമയത്ത് ആ ഒരു പാർട്ട്ണർഷിപ്പിന് മൈനർ പാർട്ട്ണർ ആവാൻ പറ്റില്ല. പക്ഷേ അണ്ടർ സെക്ഷൻ 30 ഓഫ് ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം ഒരു മൈനറിന് ആ ഒരു പാർട്ട്ണർഷിപ്പിലുള്ള പ്രോഫിറ്റിന് പങ്കാളിയാക്കാൻ അനുവദിക്കാം. ഓക്കെ. 9th വൺ മൈനർ ക്യാൻ ബി ആൻ ഏജൻറ്റ്. മൈനർക്ക് ഏജൻ്റ് ആവാം, ബട്ട് അവൻ ചെയ്ത കാര്യത്തിൽ അവന് ലാബിൾ ആയിരിക്കില്ല. 10th നെക്സ്റ്റ് വൺ മൈനർ ക്യാനോട്ട് ബൈൻഡ് പാരൻസ് ഓർ ഗാർഡിയൻ. മൈനർക്ക് ഒരു കരാറിലൂടെ തൻ്റെ പാരൻസിനെ നിയമപരമായി ബന്ധിപ്പിക്കാനാവില്ല. ഓക്കെ. നെക്സ്റ്റ് ജോയിൻറ്റ് കൺട്രോൾ ബൈ മൈനർ ആൻഡ് അഡൾട്ട്. ഒരു അഡൾട്ടും മൈനറും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് എങ്കിൽ ആ ഒരു കരാറിൽ അഡൾട്ടിനായിരിക്കും എല്ലാത്തിനും ഉത്തരവാദിത്വം. നെക്സ്റ്റ് പേഴ്സൺസ് ഓഫ് സൗണ്ട് മൈൻഡ്. അക്കോർഡിംഗ് ടു സൗണ്ട് മൈൻഡ് ആരായിരുന്നു നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 12 of Indian Contract Act, a person is said to be a sound mind of the purposes of making a contract if at the time when he makes it. ഈ ഒരു അഗ്രിമെൻറ്റ്, ഈ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അവന് ഈസ് capable of understanding it. ആ ഒരു കോൺട്രാക്റ്റിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. ഓഫ് ഫോമിങ് എ rational judgment as its effect upon his ഇൻട്രസ്റ്റ്. ഓക്കെ. ടേംസ് ആൻഡ് കണ്ടീഷൻസ്, കോൺട്രാക്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണ് സൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള ആൾ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് കോൺട്രാക്റ്റ് ബൈ ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്ന് നോക്കാം. ഫോറിൻ സോവറിൻ ആൻഡ് അംബാസഡേഴ്സ്, അലൈൻ എനിമി, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആൻഡ് കോർപ്പറേഷൻസ്, കൺവിക്ട്സ്, ഇൻസോൾവൻസ്. ഇവർക്കൊന്നും ഈ ഒരു കോൺട്രാക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ടോപ്പിക്ക് ഫ്രീ കൺസെൻറ്റ്. എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്റ്റിൽ വരുന്നതാണ്. സോ ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 2 or more persons ആർ സെഡ് ടു കൺസെൻറ്റ് ആണെന്ന് എപ്പോഴാണ് പറയുക? അവർ സെയിം തിങ്ങിൻ്റെ മുകളിൽ സെയിം സെൻസിൽ എഗ്രി ചെയ്യുന്നതാണ് ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്. അവരങ്ങനെ എഗ്രി ചെയ്യുന്നില്ല എങ്കിൽ അത് ഫ്രീ കൺസെൻ്റ് അല്ല. ഫ്രീ കൺസെൻ്റ് അല്ലാത്ത കേസസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. കോയേഷൻ. ഫസ്റ്റ് വൺ കോയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
ഒരാളെ ഫോഴ്സ് ചെയ്യുക, ഇല്ലീഗൽ ആക്ടിലേക്ക് ഫോഴ്സ് ചെയ്യുക, അതായത് ഇന്ത്യൻ പാനൽ കോഡ് നിരോധിച്ച കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ അത് ഫ്രീ കൺസെൻ്റ് അല്ല. ഓക്കെ, രണ്ട് പാർട്ടിയും അഗ്രി ചെയ്യുന്ന ഒന്നല്ലല്ലോ. നെക്സ്റ്റ്, അൺഡ്യൂ ഇൻഫ്ലുവൻസ്. തൻ്റെ ഇൻഫ്ലുവൻസ് കാരണം. അക്കോർഡിംഗ് ടു സെക്ഷൻ 16 എ കോൺട്രാക്ട് ഈസ് സെഡ് ടു ബി ഇൻഡ്യൂസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് വെർ ദ റിലേഷൻസ് subsisting between the parties are such that one of the party is in a position to domain the will of other. ഒരാളെ ഡൊമൈൻ ചെയ്തിട്ടാണ് ആ ഒരു പാർട്ടിയിലെ ഒരു പാർട്ടി ഉണ്ടാവുക. ആൻഡ് യൂസസ് ദാറ്റ് പൊസിഷൻ ടു ഒബ്റ്റെയിൻ ദ അൺഫെയർ അഡ്വാൻറ്റേജ് ഓവർ അതർ. അതായത് തൻ്റെ ആ ഒരു പൊസിഷൻ്റെ പവർ ഉപയോഗിച്ച് അൺഫെയർലി ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുക മറ്റുള്ളവരിൽ. അതും ഫ്രീ കൺസെൻ്റ് അല്ല. നെക്സ്റ്റ്, ഫ്രോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മനഃപൂർവ്വം ഒരാളെ മിസ്ലീഡ് ചെയ്യുക. ഓക്കെ, അക്കോർഡിംഗ് ടു സെക്ഷൻ 17 ഫ്രോഡ് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എനി ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് കമ്മിറ്റഡ് ബൈ പാർട്ടി ടു എ കോൺട്രാക്ട് ഓർ വിത്ത് ഹിസ് കൺവെൻസ് ഓർ ബൈ ഹിസ് ഏജൻറ്റ് വിത്ത് ആൻ ഇൻറ്റൻറ്റ് ടു deceive another party thereto or his agent or to induce him to enter into the contract. Next, misrepresentation. Misrepresentation എന്ന് പറഞ്ഞാൽ റോങ് ഇൻഫർമേഷൻസ് കൊടുക്കുക. ഓക്കെ, ഒരു അഗ്രിമെൻറ്റിനെ കുറിച്ച് റോങ് ഇൻഫർമേഷൻസ് കൊടുക്കുന്നതിലൂടെ അതും ഫ്രീ കൺസെൻ്റ് അല്ല. ലാസ്റ്റ് വൺ, മിസ്റ്റേക്കാണ്. ബോത്ത് പാർട്ടീസും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എ ഫാക്റ്റിന്. ദെൻ ഈ ഒരു യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ലോഫുൾ ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ്, സോ പഠിക്കാൻ സുഖമാണ്. ലോഫുൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, വൈ ദ കോൺട്രാക്റ്റ് ഈസ് ബീങ് മെയ്ഡ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺട്രാക്റ്റ് എന്നുള്ളത് ലോഫുൾ ആയിരിക്കണം. ആൻഡ് കൺസിഡറേഷൻ എന്താ, ബെനിഫിറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു പാർട്ടീസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ബെനിഫിറ്റിനാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതും ലോഫുൾ ആയിരിക്കണം. ഇത് Section 10 of the Indian Contract Act provides for the legality of consideration and object thereto. ഇത് രണ്ടും, ലോഫുൾ ഒബ്ജക്റ്റും ലോഫുൾ കൺസിഡറേഷനും എസെൻഷ്യൽ എലമെൻ്റ് ആണ് എന്തിൽ, കോൺട്രാക്റ്റിൽ. ഓക്കെ, സിമ്പിൾ യൂണിറ്റ് ആണ്. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.